ഈ വീഡിയോയിൽ നേരിട്ട് നമ്മൾ വാർത്തയിലേക്ക് പോവാണ്. ഫ്രാൻസും സ്പെയിനും കഠിന പ്രയത്നത്തിലാണ്. ശരിക്കും അവിടെ ഈ കാട്ടുതീ വൈൽഡ് ഫയർ പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അത് കൂടുതൽ സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഫയർ ഫൈറ്റിംഗ് അതുപോലെ അവരുടെ സിവിൽ ഡിഫൻസിനെ വെച്ചുകൊണ്ട് അവർ വല്ലാത്ത രീതിയിൽ ശ്രമിക്കുകയാണ്. പക്ഷേ അവരുടെ ശ്രമങ്ങളെയൊക്കെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഈ വൈൽഡ് ഫയർ ആളിപ്പടർന്ന് സ്പെയിനിൻ്റെയും ഫ്രാൻസിൻ്റെയും നിരവധി മേഖലകളിൽ കനത്ത നാശനഷ്ടങ്ങൾ വിധിച്ചിട്ടുണ്ട്. അതാണ് ശരിക്കും ഫ്രാൻസും സ്പെയിനും. ഇപ്പോൾ ഇറ്റലിയുടെ കുറച്ച് ഭാഗങ്ങളും കൂടി ഇതിനകത്ത് അഫക്റ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും തീവ്ര ശ്രമമാണ്. എന്തായാലും അവരൊരു തരത്തിൽ ശ്രമിക്കട്ടെ. കാരണം മറ്റൊരു സൈഡിൽ ജപ്പാനിൽ 7.1 മാഗ്നിറ്റ്യൂഡ് റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഭൂചലനം. ശരിക്കും മാസീവായിട്ടുള്ളൊരു എർത്ത്ക്വേക്കാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്രോക്സിമേറ്റ്ലി അതിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് 10 കിലോമീറ്റർ ഡെപ്തിനുള്ളിലാണ്. അവിടെ നിന്നാണ് ഇതിൻ്റെ ഒരു പ്രകമ്പനം സ്റ്റാർട്ടായിരിക്കുന്നത്. അതാണ് സ്റ്റാർട്ടിംഗ് പോയിൻ്റായിട്ട് കണ്ടെത്തിയിരിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി വീഡിയോ ഫുട്ടേജസ് പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഈ എർത്ത്ക്വേക്ക് നടക്കുന്ന ആ ഒരു മൊമെൻറ്റ് ശരിക്കും ഒരുപാട് പേര് ഈ അപകടത്തിൽ ഈ എർത്ത്ക്വേക്കിൽ മരണപ്പെട്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ഈ വീഡിയോ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റിപ്പോർട്ട് പുറത്തു വരാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ വളരെ ഏർലി സ്റ്റേജിലാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്ര പേര് കൃത്യമായിട്ട് മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ചുള്ള പൂർണ്ണ വിവരം എനിക്കിപ്പോൾ തരാൻ സാധിക്കില്ല. പക്ഷേ എന്നാലും മാക്സിമം ആ ഫിഗർ ഞാനിവിടെ മെൻഷൻ ചെയ്തു പോവാം. ഏരിയാക്ക് അതേപോലെ യാത്സുഷിഹിറോ എന്ന് പറഞ്ഞ ഈ 2 സ്ഥലങ്ങളാണ് പ്രധാനമായിട്ട് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത്.よかった。ごめんなさい。しゃがんで。よし。上危ないからすぐ出て。そんなに大丈夫ですか？すいません。やばい。അതുപോലെ ഇറാൻ അമേരിക്ക വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയിൽ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇതിനകത്ത് പിക്കോക്സ് മൗണ്ടനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വളരെ തീവ്രമായിട്ട് തന്നെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അമേരിക്കയുടെ ഉള്ളിൽ നിന്ന് തന്നെ മറ്റൊരു വാർത്തയും കൂടി പുറത്തു വരുന്നതെന്ന് വെച്ചാൽ മരണപ്പെട്ട ലിൻസി ഗ്രഹാമിൻ്റെ യുഎസിൻ്റെ റിപ്പബ്ലിക്കൻ കോൺഗ്രസ് സെനറ്റർ ലിൻസി ഗ്രഹാമിൻ്റെ ഒരു ലാസ്റ്റ് പ്രെയർ
ബരിയൽ സെറമണിയുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു പ്രയർ നടന്നിട്ടുണ്ട്. അതിൽ ബെഞ്ചമിൻ നെതന്യാഹു പങ്കെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ലിൻസി ഗ്രഹാമിന് വളരെ വേണ്ടപ്പെട്ട ഉക്രൈനിയൻ പ്രസിഡന്റ് സെലൻസ്കി പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആ സെറമണി ഒരു കീ റോൾ തന്നെയാണ്. അപ്പം അത് ശരിക്കും കൊല്ലപ്പെട്ട അമേരിക്കൻ സോൾജേഴ്സ്, പ്രത്യേകിച്ച് ഇറാൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അമേരിക്കൻ സോൾജേഴ്സുമായിട്ട് ബന്ധപ്പെട്ട പരാമർശങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിരുന്നു. രേഖപ്പെടുത്തിയാണ് ട്രംപ് അവർ സെറമണിയിൽ സംസാരിച്ചിരുന്നത്. സോ ഇറാനെതിരെ ആക്രമണം തുടരണം എന്നുള്ള രീതിയിലുള്ള ആഹ്വാനങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ചില നിർണായക റിപ്പബ്ലിക്കൻ പാർട്ടി മെമ്പേഴ്സ് ഇതുമായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നെതന്യാഹുവിൻ്റെ സൈഡിൽ നിന്നും അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഈ പികോക്സ് മൗണ്ടനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അവിടെ ഒരു അറ്റാക്ക് നടത്തണമെന്നാണ് നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ശരിക്കും ഇറാനും അത് പ്രതീക്ഷിച്ച് തന്നെയാണ് ഇരിക്കുന്നത്. അമേരിക്ക വീണ്ടും ഒരു അറ്റാക്ക് നടത്താനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളൊരു പ്രതീക്ഷ അവരുണ്ട്. ആ പ്രതീക്ഷയോട് തന്നെയാണ് അവർ കാത്തിരിക്കുന്നത്. അതേസമയം ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് മിഡിൽ ഈസ്റ്റ് മേഖലയിൽ ഇറാൻ നടത്തിയ ആക്രമണങ്ങളിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്കുള്ളിലുള്ള അമേരിക്കൻ എയർബേസിലായിക്കോട്ടെ, അതേപോലെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ ഉള്ളിലുള്ള അവരുടെ അസറ്റ് ആയിക്കോട്ടെ, ഇതിലെല്ലാം ഉണ്ടായ നഷ്ടം നികത്താൻ, അതുപോലെ തന്നെ ആക്രമിക്കപ്പെട്ട കപ്പലുകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ ഇറാൻ്റെ ഫ്രോസൺ അസറ്റുകൾ ഉപയോഗിക്കും എന്നുള്ളൊരു പ്രസ്താവന ട്രംപ് ചൊവ്വാഴ്ച ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെതിരെ ശക്തമായ രീതിയിൽ ഇറാൻ്റെ IRGCയുടെ ഓഫീസിൽ ഖാത്തം അൽ അൻബിയയുടെ ഓഫീസിൽ നിന്നും സ്പോക്സ് പേഴ്സൺ കൃത്യമായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ട്രംപിനെതിരെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇറാൻ്റെ ഫ്രോസൺ ഫണ്ടിൽ നിന്നും ഒരു നയാ പൈസ എടുത്ത് ഇത്തരത്തിലുള്ള സെറ്റിൽമെൻറ്റുകൾ നടത്താൻ പാടില്ല എന്നാണ് ഇറാൻ്റെ സൈഡിൽ നിന്ന് വന്നിരിക്കുന്ന മുന്നറിയിപ്പ്. ശരിക്കും ഇത് റിക്വസ്റ്റോ അല്ലെങ്കിൽ ഇത് ശരിക്കും ഒരു ഫ്രണ്ട്ലി മെസ്സേജ് ഒന്നുമല്ല, ശരിക്കും താക്കീതാണ്, വാണിംഗ് ആണ്. അതുമാത്രമല്ല, ഇറാൻ ഇന്നലെ ഉടനീളം ഇറാഖിൻ്റെ ഉള്ളിൽ എർബിൽ മേഖലയിൽ US ബേസുകൾക്ക് നേരെ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അതേപോലെ കുർദിഷ് മേഖലയിലും അവർ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അതുപോലെ സൗദി അറേബ്യക്കുള്ളിലും അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. സൗദി അറേബ്യക്കുള്ളിൽ അറ്റാക്ക് നടത്തിയത് ഞങ്ങളല്ല എന്ന് പറഞ്ഞിട്ട് ഇറാൻ ബാക്ക്ഡ് മിലീഷ്യ ഗ്രൂപ്പുകൾ, ഇറാഖിലുള്ള ഇറാൻ ബാക്ക്ഡ് മിലീഷ്യ ഗ്രൂപ്പുകൾ സൗദി അറേബ്യയുടെ സ്റ്റേറ്റ്മെൻറ്റിനെ ഡിനൈ ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഞങ്ങൾ അറ്റാക്ക് നടത്തിയിട്ടില്ല എന്നാണ് അവരുടെ നിലപാട്. ഇത് ശരിക്കും അലി അൽ സാദി എന്ന് പറഞ്ഞ ഇറാൻ്റെ പ്രൈം മിനിസ്റ്ററിൻ്റെ പ്രഷറിനെ തുടർന്ന് ഇവർ ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് പുറത്തുവിടുന്നതായിട്ടാണ് പൊതുവിൽ മാധ്യമങ്ങൾ വിലയിരുത്തുന്നത്. പക്ഷേ ഇവിടെ ക്ലെയിം ഏറ്റെടുക്കുന്നത് ഹൂത്തികളാണ്. ശരിക്കും സൗദി അറേബ്യയുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഇറാഖിൽ നിന്നും സൗദി അറേബ്യയെ അറ്റാക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. കാരണം ഇവർ അറ്റാക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു അൽ അക്ബാർ എന്ന് പറഞ്ഞ ആ ഒരു പോർട്ട് ശരിക്കും അറാംകോ ഓയിൽ കമ്പനിയുടെ സ്ഥാപനമാണിത്. അവിടേക്കാണ് ഇവർ അറ്റാക്ക് നടത്തിയത്. അപ്പോൾ അത് അവർക്ക് കുറച്ചുകൂടി എളുപ്പമാണ്. അപ്പോൾ എന്തായാലും ഇറാഖിൻ്റെ ഉള്ളിലുള്ള ഇറാനിയൻ മിലീഷ്യകളെ വെച്ച് ആക്രമണം നടത്തുക, എന്നിട്ട് അതിൻ്റെ ക്ലെയിം ഹൂത്തികൾ ഏറ്റെടുക്കുക. ഇത് നല്ലൊരു ടാക്ടിക്സ് ആണ്. ഇതാണ് ഇറാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന ടാക്ടിക്സ്. ഇതെന്തായാലും സൗദി അറേബ്യ ഇത് വെളിച്ചത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇനിവേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സൗദി അറേബ്യയ്ക്കും ചില നീക്കുപോക്കുകൾ, ടാക്ടിക്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പാകിസ്ഥാനെ രംഗത്തിറക്കാൻ സൗദി അറേബ്യ ശ്രമിക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് തജിക്കിസ്ഥാനിൽ ഞാൻ ഈ വെച്ചിരിക്കുന്ന ഇമേജ് നിങ്ങൾ കണ്ടോളൂ. തജിക്കിസ്ഥാൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ രാജ്യത്തിനൊരു കൾച്ചറുണ്ട്, ആ കൾച്ചറിനൊരു ഡ്രസ് കോഡുണ്ട്, ആ ഡ്രസ് കോഡ് ഇങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി പുറത്തിറങ്ങുമ്പോൾ ഈ താഴെ കൊടുത്തിരിക്കുന്ന ഇത്തരത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് മുകളിലുള്ള ശൈലിയിൽ, തജിക്കിസ്ഥാൻ ശൈലിയിൽ, തജിക്കിസ്ഥാൻ കൾച്ചറുമായിട്ട് ചേർന്ന് നിൽക്കുന്ന വസ്ത്രങ്ങളെ ധരിക്കണം എന്നുള്ളതാണ് തജിക്കിസ്ഥാൻ്റെ ഉത്തരവ്. അല്ലാതെ ലെബനനിലെ പോലെയോ ജോർദാനിലെ പോലെയോ സിറിയയിലെ പോലെയോ വസ്ത്രധാരണ തജിക്കിസ്ഥാന് ചേരില്ല. അത് തജിക്കിസ്ഥാൻ നിരോധിക്കുന്നു എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് തജിക്കിസ്ഥാൻ നടത്തിയിരിക്കുന്നത്. അതുപോലെ ഇസ്രായേലിൻ്റെ ഉള്ളിലുള്ള ജയിലിലെ ട്രീറ്റ്മെൻറ്റ് അത് ശരിക്കും 2023 മുമ്പ് രാജകീയമായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണെന്നും സകല സംവിധാനങ്ങളും കൊടുത്ത് വളരെ റിലാക്സ് മോഡിലാണ് പ്രതികൾ അതിൻ്റെ ഉള്ളിൽ കഴിഞ്ഞുകൂടിയിരുന്നത്. പക്ഷെ ഇപ്പം ഈ ഒക്ടോബർ 7, 2023 ശേഷം ഇത്താമർ ബെൻ ഗിവർ എന്ന് പറഞ്ഞ ഇസ്രായേലിൻ്റെ സെക്യൂരിറ്റി മിനിസ്റ്റർ, പുള്ളിക്കാരൻ ചുമതലയേറ്റതിന് ശേഷം ഇസ്രായേലിൻ്റെ ജയിൽ നരകതുല്യമാണെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത പറഞ്ഞിരിക്കുന്നത് പലസ്തീനിയൻ ക്രോണിക്കിളാണ്. കാരണം പലസ്തീനികളാണല്ലോ ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് പുറത്തു വരുന്ന ആൾക്കാർ. അപ്പോൾ അവർക്ക് മാത്രമേ ഇതിനെക്കുറിച്ചുള്ള ഇത്തരത്തിലുള്ള തിക്താനുഭവങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തൽ നടത്താൻ സാധിക്കുകയുള്ളൂ. നമുക്കതിനകത്ത് അത് ചോദ്യം ചെയ്യാനൊന്നും പറ്റത്തില്ല. പക്ഷേ ഇത് ഒരു ഫാക്റ്റ് എന്നുള്ള നിലയിലാണ് അവർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും തീവ്രവാദ പ്രവർത്തനം ചെയ്തിട്ട് ആ രാജ്യത്തിനെതിരെ, ആ രാജ്യത്തിനുള്ളിലുള്ള ജനങ്ങൾക്കെതിരെ, ആ രാജ്യത്തിൻ്റെ ഉള്ളിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങളെയൊക്കെ പൊട്ടിത്തെറിപ്പിക്കുന്ന രീതിയിൽ ചാവേർ ആക്രമണങ്ങൾ നടത്താൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ആൾക്കാരെ ഇസ്രായേൽ പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ചികിത്സ തന്നെയായിരിക്കും. ഇന്ത്യയിൽ നമ്മൾ അജ്മൽ കസബിനെ തൂക്കിക്കൊല്ലുക തന്നെയാണ് ചെയ്തത്.
അപ്പോൾ അത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ ഇസ്രായേലിനെതിരെ ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് ഈ ജയിലിലേക്ക് പിടിച്ചുകൊണ്ട് പോകുന്നത്. മറ്റു പല കേസുകളിലും ജയിലുകളിലേക്ക് ആൾക്കാർ പോകാറുണ്ട്. അവരെ ആ നിശ്ചിത കാലയളവ് കഴിഞ്ഞിട്ട് റിലീസാക്കി വിടാറുമുണ്ട്, റിലീസ് ചെയ്ത് പുറത്ത് വിടാറുമുണ്ട്. ചാദ് എന്ന് പറഞ്ഞ രാജ്യം, ആഫ്രിക്കൻ റീജിയനിൽ കിടക്കുന്ന ചാഡ് എന്ന് പറഞ്ഞ ആ രാജ്യം ICCയിൽ നിന്നും വിഡ്രോ ചെയ്യുകയാണ്. അവർ സ്റ്റേറ്റ്മെൻറ്റ് പുറത്തുവിട്ട് കഴിഞ്ഞു. ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ടിൽ നിന്നും ഞങ്ങൾ പുറത്തേക്ക് പോവുകയാണെന്നാണ് ചാഡ് എന്ന് പറഞ്ഞ ആ രാജ്യം പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ എയർഫോഴ്സ് 2 അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ, അതായത് 2 ഡ്രോണുകൾ ഇൻ്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ജോർദാനെ ലക്ഷ്യമാക്കി ഇറാനിൽ നിന്ന് വന്ന ഡ്രോണുകളാണ് ഞങ്ങൾ ഇൻ്റർസെപ്റ്റ് ചെയ്തത് എന്നാണ് ഇസ്രായേൽ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് ഇറാൻ ഇപ്പോഴും അടി ഇറന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ മിസൈലുകളും ഡ്രോണുകളും അയച്ചുകൊണ്ടിരിക്കുകയാണ് നോൺ സ്റ്റോപ്പായിട്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ അമേരിക്കയ്ക്ക് അങ്ങനെ തുടങ്ങിയ യുദ്ധം വളരെ എളുപ്പത്തിൽ അവസാനിപ്പിച്ചിട്ട് പിന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഇറാൻ ഒട്ടും വഴങ്ങുന്നുമില്ല, എന്നാൽ യുദ്ധം അവസാനിപ്പിക്കുന്നുമില്ല. അമേരിക്ക ആണെന്നുണ്ടെങ്കിൽ ബ്രേക്ക് അത് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇച്ചിരി ഉരുണ്ട് കളിക്കുകയാണ്. പക്ഷെ അതേസമയം ഈ ഉരുണ്ട് കളി എന്തിനാണെന്ന് പറഞ്ഞാൽ ഓയിൽ പ്രൈസ് നിങ്ങൾ നോക്കൂ. കഴിഞ്ഞ 2 ദിവസം റോക്കറ്റ് വേഗത്തിൽ പൊയ്ക്കൊണ്ടിരുന്ന ഓയിൽ പ്രൈസ് ഏതാണ്ട് $100 അടുത്ത് എത്തിയതാണ്. അതിപ്പം സാഹചര്യത്തിൽ അത് വീണ്ടും 85 റേഞ്ചിലേക്ക് വന്നിരിക്കുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ട്രംപ് 3 ദിവസം അറ്റാക്ക് നിർത്തിവെച്ചു. ഒരു ടെമ്പററി പൗസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാതെ അവസാനിച്ച മട്ടിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഇതിന് കാരണം. $100 നിന്നും $86 ഒരു ബാരൽ ക്രൂഡ് ഓയിലിന് വില താഴോട്ട് ഇടിഞ്ഞത്. 14% ആണ് പ്രൈസ് ഡ്രോപ്പ് ആയത്. അതുപോലെ ജപ്പാനിലുണ്ടായ എർത്ത്ക്വേക്കിൽ നിരവധി ബിൽഡിങ്ങുകൾക്കും ഷോപ്പിംഗ് സെൻറ്ററിനും സ്ട്രക്ചറൽ ഡാമേജ് ഉണ്ടായതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതുപോലെ ഇന്നലെ ഇറാൻ്റെ ഉള്ളിൽ ഒരു പ്രതിഷേധം. ഈ പ്രതിഷേധം എന്തിനാണെന്ന് പറഞ്ഞാൽ ഈ യുവാക്കളുടെ പ്രതിഷേധം നടന്ന സമയത്ത് ഇതിനു മുമ്പ് ഒരു പ്രൊട്ടസ്റ്റ് ഇറാൻ്റെ ഉള്ളിലുണ്ടായിരുന്നല്ലോ, എല്ലാത്തിനും തുടക്കം. ആ തുടക്കം കുറിച്ച് ആ പ്രതിഷേധത്തിൻ്റെ സമയത്ത് ഇവർ നിരവധി യുവാക്കളെ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു, അറസ്റ്റ് ചെയ്ത് ഡീറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊരു 3 പേരെ ഇന്നലെ രാത്രി IRGC തൂക്കിക്കൊന്നിട്ടുണ്ട്. ഈ 3 പേരെ തൂക്കിക്കൊല്ലരുതെന്ന് പറഞ്ഞിട്ടാണ് റിലീസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു വലിയ രീതിയിലുള്ള പ്രൊട്ടസ്റ്റ് ഓവർനൈറ്റ് ഇറാൻ്റെ ഉള്ളിൽ നടന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇസ്ഫഹാൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ടും IRGC അത് വകവയ്ക്കാതെ ഈ 3 യുവാക്കളെയും വധിച്ചിരിക്കുകയാണ്. ഇത് ശരിക്കും ഇറാൻ്റെ ഉള്ളിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടോ വെച്ചാൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അതേസമയം IRGC അനുകൂലിക്കുന്ന ആൾക്കാരുമുണ്ട്. അത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ശരിക്കും ഇറാനിൽ നിന്നും കർബല എന്ന് പറഞ്ഞ ഇറാഖിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ആ ഒരു ഷിയ മുസ്ലിം പിൽഗ്രിമേജ് വിസിറ്റ് ചെയ്യുന്ന ആ സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്ന ഇറാനികൾ, അതുപോലെ ഇറാഖികളായിക്കോട്ടെ, ഇവരെല്ലാം തന്നെ ഷിയ മുസ്ലിംസാണ്. ഇവർ ഈ കർബല എന്ന് പറഞ്ഞ ഈ ഒരു ഷറൈനിലേക്ക് കടന്നു വരുന്ന സമയത്ത് അവിടെ ശരിക്കും ഓൺ ദ വേ ടു കർബല അവിടെ ട്രംപിൻ്റെയും അതേപോലെ നെതന്യാഹുവിൻ്റെയും ഒരു പോസ്റ്റർ, ഒരു IRGC ഉദ്യോഗസ്ഥൻ അവരെ 2 പേരെയും കൊങ്ങയ്ക്ക് പിടിച്ച് ഇങ്ങനെ നിർത്തിയിരിക്കുന്ന രീതിയിലുള്ള ഒരു ഫ്ലെക്സ് ബോർഡ് അടിച്ച് അവർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് വരുന്നവരും പോകുന്നവരെല്ലാം തന്നെ ഈ ഫ്ലെക്സ് ബോർഡിനിട്ട് ചവിട്ടുക, തുപ്പുക, അതിൽ മണ്ണ് വാരി എറിയുക, അതുപോലെ തന്നെ പല രീതിയിലുള്ള ഇങ്ങനത്തെ പ്രവൃത്തികൾ, ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്താണ് ഇവർ ആനന്ദം കണ്ടെത്തുന്നത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നെതന്യാഹുവിനും ഇതുവരെ ഒരു പ്രശ്നവുമില്ല, ട്രംപിനും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ പ്രശ്നമുള്ളത് ഇവരുടെ മൈൻഡ് സെറ്റിലാണ്. ഈ മൈൻഡ് സെറ്റിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. സോ IRGCക്ക് സപ്പോർട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ IRGCക്കും സപ്പോർട്ടുണ്ട്. അവരാണ് ഇപ്പം ഇറാൻ ഭരിക്കുന്നത്. തികച്ചും അവരുടെ മിലീഷ്യ ഗ്രൂപ്പുകൾ ത്രൂ ഔട്ട് ഇറാഖിൻ്റെ ഉള്ളിലുമുണ്ട്. കർബല അവരുടെ പുണ്യസ്ഥലമാണ്. തീർച്ചയായിട്ടും വെൽ കണക്റ്റഡ് ആണ് ഈ ഏരിയകളെല്ലാം. അപ്പോൾ അതുകൊണ്ട് ട്രംപിനെയും നെതന്യാഹുവിനെയും അവരുടെ മുന്നിൽ കിട്ടിക്കഴിഞ്ഞാൽ അവരെന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതാണ് അവർ ഈ ഫ്ലെക്സ് ബോർഡിനോട് കാണിക്കുന്നത്. ഇതാണ് റിയാലിറ്റി. ഇത് ട്രംപ് കാണുന്നുണ്ടാവും, എന്നിട്ടും ട്രംപ് മിണ്ടാതെ ഇരിക്കുകയാണ്. ഇസ്രായേലിൻ്റെ സെക്യൂരിറ്റി ഫോഴ്സ് ഇന്നലെ വെസ്റ്റ് ബാങ്കിൻ്റെ ഉള്ളിൽ നടത്തിയ റെയ്ഡിലായി 30 തീവ്രവാദികളെ അറസ്റ്റ് ചെയ്തതായിട്ട് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ശരിക്കും ഇവർ റെയ്ഡ് നടത്തുന്ന ഫൂട്ടേജസും കാര്യങ്ങളൊക്കെ അവർ പുറത്തുവിട്ടിട്ടുണ്ട്. കാരണം ഫേക്ക് നെറേറ്റീവ്സ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് പരമാവധി ഇസ്രായേലിൻ്റെ ആർമി ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് എന്താണ് അവർ ചെയ്യുന്നത്, എന്ത് ആക്ടിവിറ്റിയാണ് അവർ ചെയ്യുന്നത്, എങ്ങനെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് എന്നുള്ളതൊക്കെ ക്ലിയർ ആയിട്ട് ഫൂട്ടേജസ് എടുത്തവർ ക്ലിയറായിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്ത് അവർ സൂക്ഷിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ചില പ്രസക്ത ഭാഗങ്ങളാണ് അവർ റിലീസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ IDF ഖാൻ യൂണിസ് ഭാഗത്ത് ഒരു ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ട്. തീവ്രവാദികളുടെ ഒളിത്താവളങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് അതിലേക്കാണ് ആക്രമണം നടത്തിയത്.
هاي الشقة هذه تاعت النايلون هذه اللي عليها النايلون. ലെബനൻ്റെ ഉള്ളിൽ ആദ്യമായിട്ട് യുണൈറ്റഡ് നേഷൻസിൻ്റെ പീസ് കീപ്പിംഗ് മിഷൻ ഒരു വലിയ കണ്ടെത്തൽ. ആ കണ്ടെത്തൽ എന്താണെന്ന് പറഞ്ഞാൽ ഒരു 385 കാലി കണ്ടെയ്നറുകൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഇത് കാലിയാണെന്ന് പറഞ്ഞിട്ട് അത് തുറന്നു നോക്കിയപ്പോഴത്തേക്കും ഈ 385 കണ്ടെയ്നറുകളിലും 4 മെട്രിക് ടൺ എക്സ്പ്ലോസീവ് മെറ്റീരിയൽസ് കണ്ടെത്തിയിട്ടുണ്ട്. എക്സ്പ്ലോസീവ് മെറ്റീരിയൽ 4 മെട്രിക് ടണ്ണാണ് അവർ കണ്ടെത്തിയത്. ഇപ്പോഴെങ്കിലും പ്രയോജനകരമായിട്ടുള്ളൊരു കാര്യം അവർ കണ്ടെത്തിയല്ലോ, അത് തന്നെ വലിയ അപ്രിസിയേഷൻ അർഹിക്കുന്ന ഒരു വിഷയമാണ് യുനിഫിലിനെ സംബന്ധിച്ചിടത്തോളം. ഈ 4 മെട്രിക് ടണ്ണൊക്കെ ഇസ്രായേലിൻ്റെ ഉള്ളിലേക്ക് റോക്കറ്റിലൂടെയും ബോംബുകളിലൂടെയും ചാവേർ ആക്രമണങ്ങളിലൂടെയും കടന്നു വരാനുള്ള വെടിമരുന്നുകളാണ്. മീൻസ് ഇസ്രായേലികളുടെ ജീവൻ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണിപ്പോൾ യുനിഫിൽ കണ്ടെത്തിയിരിക്കുന്നത്. ചരിത്രത്തിൽ യുനിഫിൽ ചെയ്ത ഒരു ബെസ്റ്റ് കാര്യമായിട്ട് നമുക്ക് ഇതിനെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ജർമ്മനിയുടെ ഡൊമസ്റ്റിക് ഇൻ്റലിജൻസ് സർവീസിൽ നിന്നും ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ റിപ്പോർട്ട് ചെറിയ റിപ്പോർട്ടൊന്നുമല്ല, ശരിക്കും ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടാണ്. കാരണം ഈ അറബ് വസന്തത്തിനെ തുടർന്ന് ജർമ്മനിയിലേക്ക് വരൂ, എല്ലാ അഭയാർത്ഥികളും ജർമ്മനിയിലേക്ക് വരട്ടെ, ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ അഭയാർത്ഥികളെ സ്വീകരിക്കണം, അവർക്ക് വേണ്ടിയിട്ട് ഗേറ്റ് ഓപ്പൺ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വല്ലാത്ത രീതിയിൽ വേവലാതിപ്പെട്ട ജർമ്മനിക്കൊക്കെ ഇന്ന് വന്നിരിക്കുന്ന ഗതികേടിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. 28,645 കേസാണ് 2025 മാത്രം ഇസ്ലാമിസ്റ്റ് കേസുകൾ. അതായത് ഇസ്ലാമിസ്റ്റുകൾ ഉണ്ടാക്കി വെച്ച കേസുകളുടെ എണ്ണമാണ് ഞാനിവിടെ പറഞ്ഞത്. ഒറ്റ വർഷത്തിൽ മാത്രം, ഒരു വർഷത്തിൽ മാത്രം 2025 എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് ഇയറിൽ നടത്തിയ ഈ ക്രൈം റെക്കോർഡാണ്, ഇസ്ലാമിസ്റ്റ് ക്രൈം റെക്കോർഡാണ് ഇവിടെ ഞാൻ പറഞ്ഞത്. 28,645. അതുകൂടാതെ 9,110 വയലൻസ് കേസുകളും റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതേ ഇസ്ലാമിസ്റ്റ് വിഭാഗത്തിന് കീഴിലാണ് ഈ കേസ് വന്നിരിക്കുന്നത്. ഈ കേസുകളിലെല്ലാം പോലീസ് റഫ്ലി ഒരു 450 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് 2025 മാത്രം. ഇതെല്ലാം തന്നെ ശരിക്കും ഒരു പൊളിറ്റിക്കൽ മോട്ടിവേറ്റഡ് വയലൻസ് ആയിട്ടാണ് പരമാവധി ആൾക്കാർ ഇതിനെ കരുതാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഇത് പൊളിറ്റിക്കൽ മോട്ടിവേറ്റഡ് അല്ല, ശരിക്കും പറഞ്ഞാൽ ഇത് വർഗീയ മോട്ടിവേഷനാണ്. ഇന്ന് ബെർലിൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് മാത്രം 2600 കേസുകളാണ് ഇസ്ലാമിസ്റ്റ് കേസുകൾ റെക്കോർഡ് ചെയ്യപ്പെട്ടത്. അതിലെ 900 കേസുകൾ സലഫിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ കേസുകളാണെന്നാണ് പറയുന്നത്. സലഫിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ കേസുകൾ, നമ്മുടെ സാക്കിർ നായിക്കിൻ്റെ പ്രസ്ഥാനമാണ് സലഫിസ്റ്റ് പ്രസ്ഥാനം. ഇവരെല്ലാവരും തന്നെ വലിയ ഹമാസ് ആൻഡ് ഹെസ്ബുള്ള സപ്പോർട്ടേഴ്സ് ആണെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. കാരണം ജൂലൈ 25 ഒരു ദിവസത്തിന് മുമ്പ് പ്രൈഡ് പ്രസ്ഥാനത്തിനെതിരെ, മീൻസ് പ്രൈഡുകൾ നടത്തിയ ഒരു റാലിക്കെതിരെ, ഒരു പ്രൊട്ടസ്റ്റിനെതിരെ തീവ്രവാദ ആക്രമണത്തിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു, 29 പേർക്ക് ഗുരുതരമായ പരിക്കാണ്. അത്തരത്തിലാണ് ഈ ഭീകരാക്രമണം ഈ ഭീകരവാദി നടത്തിയത്. കാരണം ദൈവത്തിന് ട്രാൻസ്ജെൻഡർ പറ്റില്ല. അതാണ് ശരിക്കുള്ള ഈ ഐഡിയോളജിയുടെ പുറകിലുണ്ടായിരുന്ന ചേതോവികാരം. ഈ പ്രവൃത്തി ചെയ്യാൻ ഈ ഐഡിയോളജി ഫോളോ ചെയ്ത വ്യക്തിയെ പ്രേരിപ്പിച്ച ഘടകം. അപ്പോൾ എന്തായാലും കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച്.